വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. സെയ്ഫിൻ്റെ ആക്രമണത്തിൽ നേരത്തെ തന്നെ പല തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടായിരുന്നു. മറ്റൊരു സംശയം കൂടി, ഒരു വമ്പൻ സംശയം കൂടി ഉടലെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിയുടേതല്ല വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അടയാളം എന്നുള്ള പുതിയ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ദുരൂഹതകൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ ഈ ദുരൂഹതകൾ ഓർത്ത് കുഴഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുക എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തുടക്കം മുതൽ സെയ്ഫ് അലി ഖാൻ ഏറ്റ 6 കുത്തുകൾ 5 ആക്കി മാറ്റി. പിന്നീട് ഈ യാത്രയുടെ, അതായത് കുത്തേറ്റ് ഈ രക്തത്തിൽ കുളിച്ച് 2 മണിക്കൂർ 1.25 മണിക്കൂറോളം എന്തിനാണ് സെയ്ഫ് അലി ഖാൻ ബാന്ദ്രയിലെ വീട്ടിൽ ഫ്ലാറ്റിൽ കിടന്നത് എന്നുള്ള ഒരു ചോദ്യം ഒരു സൈഡിൽ നിൽക്കുന്നു. ഒരു പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബംഗ്ലാദേശി പൗരനെ പിടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നു അതെൻ്റെ മകനല്ല ഫ്ലാറ്റിൽ കയറിയത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനായി ഒരുങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ പിടിച്ച പ്രതിയുടെ വിരലടയാളങ്ങളല്ല ഫ്ലാറ്റിൽ കണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ വിരലടയാളമാണ് ഫ്ലാറ്റിൽ കണ്ടത്? അപ്പോൾ ആരാണ് ഫ്ലാറ്റിൽ കയറിയത്? ഇനി ഫ്ലാറ്റിൽ കയറിയ CCTV ദൃശ്യങ്ങൾ തന്നെയാണോ പുറത്തു വന്നത്? അതല്ല എങ്കിൽ എന്തെങ്കിലും നാടകം അതിൽ നടന്നിട്ടുണ്ടോ? ഈ കുത്ത് ഇത് നാടകമാണോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഇൻഷുറൻസ് തട്ടിപ്പ് പറയുന്നു. ഇപ്പോൾ പ്രോപ്പർട്ടി 1796 കോടി രൂപയുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയത്തിൽ സെയ്ഫ് ഇത് ചെയ്തു എന്ന് പറയുന്നു. മറ്റുള്ളവർ സെയ്ഫിന്റെ സിനിമ ഇപ്പോൾ തുടർച്ചയായി കുറച്ച് സിനിമകൾ പരാജയപ്പെടുന്നു. അതിനുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊരു സഹതാപ തരംഗം പിടിച്ചു പറ്റാനായി സെയ്ഫ് ഇത്തരം നാടകങ്ങൾ കളിച്ചു എന്ന് പറയുന്നു. കരീനയും സെയ്ഫും തമ്മിൽ ചില അസാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കരീന മദ്യപിച്ചിരുന്നു. കൂടുതൽ മദ്യപിച്ച് ബോധം കെട്ട കരീന ഇടയ്ക്ക് വഴക്കിനിടയിൽ സെയ്ഫിനെ കുത്തിയതെന്ന് പറയുന്നു. അപ്പോൾ രാവിലെ FIR തയ്യാറാക്കാൻ പോലീസ് എത്തിയപ്പോൾ പോലും സ്വബോധത്തിലല്ലായിരുന്നു കരീന എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ പോകൂ, എന്നിട്ട് പിന്നീട് വരൂ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും സെയ്ഫിനെ എന്തുകൊണ്ട് കരീന ആശുപത്രിയിൽ കൊണ്ടുപോയില്ല? ഷോക്കേറ്റ് താൻ നിന്നുപോയി എന്നാണ് പറയുന്നത്. ഒരു ഭർത്താവ് രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാണ് സ്നേഹമുള്ള ഏത് ഭാര്യയും ശ്രമിക്കുന്നത്. സ്നേഹമുണ്ടെന്നല്ല, മനുഷ്യത്വമുള്ള ആരും ശ്രമിക്കുന്നത് അങ്ങനെയായിരിക്കും. മരണപ്പെടാതെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ? 1 സെക്കൻഡ് മുന്നെങ്കിലും വേഗത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇവിടെ ഇതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദുരൂഹതകൾ ഏറെ നിൽക്കുന്ന ഈ കേസിൽ കൃത്യമായ അന്വേഷണം മഹാരാഷ്ട്ര സർക്കാർ നടത്തും. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ശിവസേനയെ അട്ടിമറിച്ചുകൊണ്ട് BJP ആണ് ഭരണം നടത്തുന്നത്. അപ്പോൾ BJPയുടെ ഒരു ഭരണത്തിൽ പൊതുവെ BJP ഏതു തരത്തിലുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സെയ്ഫ് അലി ഖാന്റെ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ അല്ലെങ്കിൽ സംസ്ഥാനം മഹാരാഷ്ട്രയിലെ പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം എടുക്കുന്ന നിലപാട് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ നമുക്കറിയാം. അതുകൊണ്ട് ആ അന്തരീക്ഷം കലുഷിതമാക്കാൻ ആരെങ്കിലും ഇതിനുള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, കളിക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഒരു ബംഗ്ലാദേശ് പൗരൻ നുഴഞ്ഞു കയറി ഇന്ത്യയിൽ വന്ന് പേരുകൾ മാറ്റി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് സെയ്ഫ് അലി ഖാന്റെ ഫ്ളാറ്റിലേക്ക് കയറി മോഷ്ടിക്കാൻ പോയി എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കുമ്പോൾ അത് ബുദ്ധിയും വിവരവുമുള്ള ആരും വിശ്വസിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്തോ ദുരൂഹത ഇതിന്റെ പിന്നിലുണ്ട്. ആ ദുരൂഹത മറ നീക്കി എത്ര ഒളിപ്പിച്ചാലും പുറത്തു വരിക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. ഇതിലൊരു ദുരൂഹത സംശയിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുമില്ല. പലരും പറയുന്നത് ഈ ദുരൂഹത എന്നൊക്കെ പറയുന്നത് ഫേക്കായിട്ട് നിങ്ങൾ അടിച്ചിറക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. പക്ഷേ ഈ വാർത്ത, ഈ ഒരു സംഭവം മുഴുവൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും ദുരൂഹതയെ ആരോപിക്കാൻ പറ്റുന്ന നിരവധി ഉദാഹരണങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് വിരൽ അടയാളങ്ങൾ പ്രതിയുടേതല്ല. ഈ പിടിക്കപ്പെട്ട പ്രതിയുടെ ബംഗ്ലാദേശി പൗരന്റെ ഹിന്ദു പേരിൽ അറിയപ്പെടുന്ന ആള് തൻ്റെ മകൻ കുറ്റം ചെയ്യില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ തൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. തൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇദ്ദേഹമല്ല ആ CCTV ദൃശ്യങ്ങളിലുള്ളത്. അതിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുണ്ട്. ഫിംഗർ പ്രിന്റിൽ ഇപ്പം പൊരുത്തക്കേടുണ്ട്. അങ്ങനെ പൊരുത്തക്കേടുകളുടെ ഒരു മഹാപ്രളയം തന്നെ ഈ സെയ്ഫ് അലി ഖാന്റെ ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഇത്രയും വലിയ ആഡംബര സംവിധാനങ്ങളുള്ള ഒരു സെയ്ഫ് അലി ഖാൻ ഓട്ടോയിൽ കയറിയിട്ട് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന ഒരു സമയത്ത് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം എങ്ങനെ രൂപപ്പെടുന്നു? അയാളുടെ ഒരു വസതിയിൽ നിരന്തരമായിട്ട് അവിടെ ഒരു ഡ്രൈവർ ഇല്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ സെയ്ഫ് അലി ഖാൻ ജീവിക്കുന്നത്? അതായത് ബോളിവുഡിലെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ, നിരവധി സമ്പാദ്യമുള്ള ഒരാൾ, അങ്ങനെ ഒരിക്കലും പൊതുജനത്തിന് ഒരിക്കലും വിശ്വാസയോഗ്യമാക്കാൻ സാധിക്കാത്ത നിരവധി ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ധന്യ ഇപ്പം വ്യക്തമാക്കിയതുപോലെ തന്നെ ഇതിൽ BJP വലിയ രീതിയിലുള്ള സംശയങ്ങൾ തന്നെയാണ്
ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ. പക്ഷേ പ്രതിപക്ഷമാവട്ടെ ഇതിനെ അനുകൂലിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ദുരൂഹതകളൊന്നും ഇല്ല അവിടെ. എന്നിട്ട് സെയ്ഫിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ളൊരു സ്വരമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സെയ്ഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, സെയ്ഫ് കരീന ദമ്പതികളുടെ വിവാഹമൊക്കെ ഏതാനും 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുകയൊക്കെ ചെയ്തത്. കരീനയ്ക്ക് ഇപ്പം വലിയൊരു താരമായിട്ട് തന്നെ കരീന ബോളിവുഡിൽ അണിനിരന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സെയ്ഫുമായിട്ടുള്ള ഈ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമാണോ കരീന ഹോസ്പിറ്റലിൽ പോവാതിരിക്കാനുള്ള കാരണം എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ കരീന ആ സമയത്ത് അത്തരം വലിയ രീതിയിലുള്ളൊരു പുറത്തേക്ക് പോകാൻ മാത്രമുള്ളൊരു ഒരു അവസ്ഥയിലായിരുന്നില്ല, സെയ്ഫിൻ്റെ കൂടെ പോകാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു പല രീതിയിലുള്ള സംസാരങ്ങൾ പുറത്തു വരും. കള്ളു കുടിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള സംസാരങ്ങളൊക്കെ പുറത്തു വരും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോകാതിരുന്നതാണോ എന്നുള്ളൊരു കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവർ ഡീപ്ലി ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു, കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവർക്കിടയിൽ മറ്റു ചില അസ്വാരസ്യങ്ങൾ നേരത്തെ തന്നെ, അതായത് കരീനയും സെയ്ഫും ദാമ്പത്യം ഉപേക്ഷിക്കുന്നു, ഇവർ തമ്മിൽ ഡൈവോഴ്സ് ആവുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് സെയ്ഫിന് മറ്റേതോ ഒരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ടെന്നും ഇത് കരീന തിരിച്ചറിഞ്ഞെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിലുള്ള ദാമ്പത്യം അവസാനിക്കുന്നു. ഇതൊരു വ്യാജ വാർത്തയല്ല, ഇത് കൃത്യമായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിലുള്ള ഈ ഒരു ദാമ്പത്യം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ, കരീന തന്നെയാണോ സെയ്ഫിനെ കുത്തിയത് എന്ന ചോദ്യം ഉയരുന്നത് ഇങ്ങനെയുള്ള ചില സാഹചര്യത്തിലാണ് അത് ഉയരുന്നത്. അപ്പം ഇവിടെ ഒന്നും ഫേക്കില്ല. കാരണം ഇവിടെ എല്ലാ ദുരൂഹതകളും ഇതിലുണ്ട്. എല്ലാ കാര്യങ്ങളും സെയ്ഫിനെതിരാണ്. പോലീസിന്റെ റിപ്പോർട്ട്, ആശുപത്രിയുടെ റിപ്പോർട്ട്, സമയത്തിന്റെ കാര്യത്തിലുള്ളത്, ഇത്രയും 20 ലക്ഷം മുതൽ 2 കോടി വരെ കാറുള്ള സെയ്ഫിനെ എന്തിനാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത്? പ്രതി ബംഗ്ലാദേശുകാരനല്ല, പ്രതിയുടെ വിരലടയാളങ്ങളല്ല ഫ്ലാറ്റിൽ നിന്ന് ലഭിച്ചത്. അപ്പൊ എല്ലാ സംശയങ്ങളും സെയ്ഫിനെതിരാണ്. സെയ്ഫ് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല നടന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി. അപ്പോൾ ആരാണ് സെയ്ഫിനെ കുത്തിയത്? ഈ ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഫിംഗർ പ്രിന്റിന്റെ ബ്യൂറോയിലാണ് പരിശോധനകൾ നടത്തിയത്. കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള പരിശോധനയിലാണ് ഇവ ഷെരീഫുൽ ഇസ്ലാമിൻ്റേത് അല്ല എന്ന് കണ്ടെത്തിയത്. ഇക്കാര്യം അന്വേഷണ സംഘത്തെ അറിയിച്ചതായും അവർ തുടർ പരിശോധനകൾക്കായി കൂടുതൽ വിരലടയാളങ്ങൾ അയച്ചു തന്നതായും CID വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഈ താരത്തിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ അക്രമി താരത്തെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസിലെ പ്രതിയായ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഖ്സാദ് എന്ന ബംഗ്ലാദേശ് സ്വദേശിയെ പോലീസ് പിടികൂടിയത്. എന്നാൽ താരത്തിന്റെ വീട്ടിൽ നിന്ന് ഫോറൻസിക് കണ്ടെത്തിയ 19 വിരൽ അടയാളങ്ങളിൽ ഒന്നുപോലും പ്രതി ഷെരീഫുൽ ഇസ്ലാമിൻ്റെതല്ല എന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ശാസ്ത്രീയ പരിശോധനകളിൽ ഈ വിരൽ അടയാളങ്ങൾ ഒന്നുപോലും ഷരീഫുൽ ഇസ്ലാമിൻ്റെതുമായി യോജിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും. കാരണം ഇത്രയും അധികം സംശയങ്ങൾ ഇതിൽ ഉടലെടുക്കെ ഉണ്ടെന്നിരിക്കെ നമുക്ക് എങ്ങനെയാണ് ഇത്തരം രീതിയിലുള്ള അതിനെ പൂർണ്ണമായിട്ടും ഇതൊരു സ്വാഭാവിക ഈ പ്രതി തന്നെ വന്നിട്ട് കുത്തലാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് ധരിക്കാൻ വേണ്ടി സാധിക്കുക? അങ്ങനെ ഒരു കാരണവശാലും നമുക്ക് ധരിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും സത്യാവസ്ഥ കൃത്യമായിട്ട് പുറത്തു വരണം. ഈ പ്രതി ഇത് അല്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ആര് കുത്തി സെയ്ഫിനെ? അതെ.